ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ബേസിക് പഞ്ചസ് പാഡ് എങ്ങനെ ഹോൾഡ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇത്തവണ ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് അതിലെന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളത് നോക്കുന്നു. ഞാൻ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ആൽഫബറ്റിക്കൽ നെയിം വെച്ചിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് പൊസിഷൻസ് ഉണ്ട്, എയർ ഫ്രെയിം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ബേസിക്കലി നിങ്ങളാണ്, അതായത് പാഡ് ചെയ്യുന്ന ആളാണ് ഒപ്പണൻ്റ്. നിങ്ങളുടെ കൈ എന്ന് പറയുന്നത് ഒപ്പണൻറ്റിൻ്റെ ബോഡിയാണ്. ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് കൈനെ വിട്ടുവെച്ച് കഴിഞ്ഞാൽ ഹെവി പഞ്ചസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ റിസ്റ്റ് കംപ്ലൈൻ്റ് ആവും, അല്ലെങ്കിൽ റിസ്റ്റിന് പണി കിട്ടും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എപ്പോഴും ബോഡീനോട് ഹോൾഡ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ വെക്കരുത്. എപ്പോഴും ഈ ഒരു ബെൻഡ് നിങ്ങളെ ബോഡിയിൽ ഇപ്പോൾ ഒരു ഹുക്കൊക്കെ അടിക്കുന്ന സമയത്ത് ഇത് ഇവിടെ ഹോൾഡ് ചെയ്ത് ഹഗ് ചെയ്ത് വെക്കുക, എന്നിട്ട് ട്രെയിൻ ചെയ്യിക്കുക. ഇത് കഴിഞ്ഞ തവണ പറയാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, ഇവിടെ അഗെയിൻ വൺ, നിന്ന സ്ഥലം വാ വാ, ലൈറ്റ് പഞ്ചസ് വാ വാ വാ. ഗുഡ്. നമ്മൾ 1 തുടങ്ങി, ഇനി 2 ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 2 ലൈറ്റ് പഞ്ചസ്, 2 2 2 2 2 2 ഫേസിൽ തന്നെ വെച്ചാൽ മതി. 2 2 ഗുഡ്. ഫോർവേഡ് വാക്കിങ്ങിൽ 1 എന്ന് ചെയ്തു പോകുന്നു. ഒന്നുകൂടെ ബാക്ക് കൊടുക്കുക. നൈസ്. റെഡി, വാ വാ. ബോഡി ഒന്നുകൂടെ തിരിയാം. റെഡി, വാ വാ വാ. ബാക്ക്വേർഡ്, വാ 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 വാ. ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത മൂവ്മെൻറ്റ്. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാഡ് എങ്ങനെ ചെയ്യാന്നല്ല, നമ്മൾ ഏത് ഓർഡറിൽ ഒരു ബിഗിനറിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. ബേസിക് പഞ്ചസ് ആയിട്ടുള്ള 1 2 നമ്മൾ തുടങ്ങി. അത് സ്റ്റാൻഡിങ് പോസ്റ്റിൽ നിന്ന സ്ഥലത്തുനിന്ന് സ്റ്റാറ്റിക് ആയിട്ട് തുടങ്ങി. അടുത്തത് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് 1 എന്ന പഞ്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 1 മോർ ടൈം. വാ 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 വാ. ബാക്ക്വേർഡ്, വാ 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 വാ. ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് 1 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളും എന്ത് ചെയ്യാണ്, ഇപ്പം എൻ്റെ നേരെ പഞ്ച് ചെയ്യാണ്, മെല്ലെ വരണേ. വാ. നിങ്ങൾ അയാളുടെ ഒപ്പണൻ്റ് ആണ്. അപ്പോൾ അയാൾ പഞ്ച് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗാർഡിൽ തടഞ്ഞു, ബാക്ക്വേർഡ് മൂവ് ചെയ്തു. വാ വാ. ഇത്തരത്തിൽ നിങ്ങളുടെ ക്ലയൻറ്റ് മുന്നോട്ട് വെക്കുന്ന ഡിസ്റ്റൻസ് നിങ്ങൾ അതേ ഡിസ്റ്റൻസ് ബാക്കോട്ട് വെച്ചിട്ട് ആ ഒരു ഹാൻഡ് ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ആൾ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, നിങ്ങളും നിങ്ങളുടെ ലെഗും, അത് രണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഈക്വലായിട്ട് മൂവ് ചെയ്യണം. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം. സെക്കൻഡ്, 1 ഡബിൾ 1 ഡബിൾ 1 അഗൈൻ. ഇത്തരത്തിൽ അടുപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡബിൾ 1 അല്ലെങ്കിൽ ആ ഒരു റിതം, ഫോർവേഡ് മൂവ് ചെയ്യുന്ന ഒരു റിതം കിട്ടണ വരെ ആ ഒരു ഡബിൾ പഞ്ചസ് അല്ലെങ്കിൽ ടൈമിങ്, ആ ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ട് ഒരു ഇൻ്റർവൽ കൊടുത്തിട്ട് തന്നെ കൗണ്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 1 ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് നമ്മൾ ചെയ്തു. ഇതിൽ ഡബിൾ പഞ്ചസ് 1 ഡബിൾ 1 അഗെയിൻ. നൈസ്. ഇതന്നെ 1 പഞ്ച് ചെയ്യുന്ന, അടുത്ത പഞ്ചിൽ കാലെടുത്ത് വെക്കുന്ന ഡബിൾ 1 1 1. നൈസ്. സ്റ്റെപ്പ് ഇൻ 1 1 1 1 1 1. ഇപ്പം നമ്മൾ 1ൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് നമ്മൾ നോക്കി. സ്റ്റെപ്പ് ഇൻ ചെയ്തു, ക്വിക്കായിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് ചെയ്തു. ഇതിൽ ഗാർഡ് വെക്കുന്നുണ്ടോ നോക്കി. ആൻഡ്
ഒരെണ്ണം കൂടെ ഉണ്ട്, ഫെയിൻറ്റ് ചെയ്തിട്ട്. ഇപ്പം നിങ്ങൾക്ക് ബോഡി ആർമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങളുടെ അബ്ഡോമിന് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരാളാണെങ്കിൽ ഓക്കെ ഫൈൻ, ഗോ ഫോർ 1 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 1. ഇത്തരത്തിൽ ഫെയിൻറ്റ് ചെയ്യാനല്ല നിങ്ങൾക്ക് പിന്നീട്, അതായത് ഈ 1ൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആണ്. ഫോർവേഡ് ബാക്ക്വേഡ്, ക്വിക്കായിട്ട് ഫോർവേഡ് ബാക്ക്വേഡ് നിങ്ങൾക്ക് ബൗൺസിങ് മൂവ്മെൻറ്റിൽ ആൻഡ് ഫെയിൻറ്റ് ചെയ്തിട്ട്, അങ്ങനെ വേരിയേഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് ഒരേ പഞ്ചസിൽ പഠിപ്പിച്ച് തുടങ്ങുക. അതിനുശേഷം മാത്രം ഡിഫെൻസീവ് മൂവ്മെൻറ്റുകളിലേക്കെല്ലാം പോയാൽ മതി. ഡിഫെൻസീവ് മൂവ്മെൻറ്റുകൾ കറക്റ്റ് ആവണമെങ്കിൽ പഞ്ചസ് കറക്റ്റ് ആവണം. ഇപ്പം ഈ ഒരു പഞ്ച് കഴിഞ്ഞു, ആ പഞ്ചിൻ്റെ ബാക്കിയാണ് നിങ്ങളുടെ റോള് അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം വരുന്നത്. അപ്പോൾ അതിനാദ്യം പഞ്ചസ് കറക്റ്റ് ആവണം. അതിനുശേഷം മാത്രമേ ഡിഫെൻസീവ് മൂവ്മെൻറ്റുകൾ സിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ചില ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അത് ഡിപ്പെൻസ് ഓൺ ആളുടെ ഓരോ ആൾക്കാരുടെയും ഗ്രാസ്പിംഗ് പവർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ക്ലയൻറ്റിനെ നോക്കി നിങ്ങൾക്കത് ട്രെയിൻ ചെയ്യാവുന്നതാണ്.